സൈക്കിളിൽ മാത്രം സഞ്ചരിക്കുന്ന വയോധികൻ, കോടീശ്വരൻ, കുടുംബത്തോട് അകൽച്ച, ഇതൊക്കെയാണ് ആസൂത്രിത കൊലപാതകം നടത്താൻ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരിക്ക് കൊലപാതകത്തിന് പ്ലാനിടാനുള്ള വഴിയായി കണ്ടെത്തിയത്. കൊല്ലം വിരമിച്ച BSNL ജീവനക്കാരൻ പാപ്പച്ചനെ കൊലപ്പെടുത്താൻ മികച്ച ആസൂത്രണം നടത്തിയിരിക്കുകയാണ് സരിത. കൂടെ പണത്തിനോടുള്ള ആർത്തിയും. ആശ്രാമം മൈതാനത്തും പരിസരത്തും എല്ലാം സൈക്കിളിൽ സ്ഥിരമായി പാപ്പച്ചൻ സഞ്ചരിക്കാറുണ്ടെന്നും മനസ്സിലാക്കിയായിരുന്നു പ്രതികളുടെ നീക്കങ്ങൾ. പാപ്പച്ചൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം നോക്കി അദ്ദേഹത്തെ അപായപ്പെടുത്താനായിരുന്നു തീരുമാനം. ശങ്കേഴ്സ് ആശുപത്രി പരിസരം, കടപ്പാക്കട ഭാഗം എന്നിവിടങ്ങളിലെല്ലാം വെച്ച് സൈക്കിളിൽ മാഹിന്റെ ഓട്ടയിടിപ്പിച്ച് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഈ ശ്രമം വിജയിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് ഹണിമൂനുമായി ബന്ധപ്പെട്ട് കാർ വാടകയ്ക്കെടുത്തത്. കനത്ത മഴ മൂലം വീടിന് പുറത്തിറങ്ങാതിരുന്ന പാപ്പച്ചനെ പുറത്തിറക്കാൻ പ്രതികൾ ശ്രമിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ലക്ഷ്യങ്ങൾ കയ്യിലുണ്ടെങ്കിലും ലളിത ജീവിതമാണ് പാപ്പച്ചൻ നയിച്ചിരുന്നത്. മിക്കപ്പോഴും നിക്ഷേപം സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിക്കാൻ ആശ്രാമം കൈരളി നഗറിലെ വീട്ടിൽ നിന്ന് ഓലയിലെ ധനകാര്യ സ്ഥാപനത്തിൽ എത്തിയിരുന്നു. അപ്പോഴെല്ലാം ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത കൂടുതൽ പണം സ്ഥാപനത്തിൽ നിക്ഷേപിക്കാൻ സരിത അദ്ദേഹത്തെ നിർബന്ധിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ചെക്കുകളും വാങ്ങി. ഈ ചെക്ക് ഉപയോഗിച്ച് ധനകാര്യ സ്ഥാപനത്തിൽ ഇട്ടിരുന്ന 36 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപ സരിത വായ്പയായി എടുത്തു. പിന്നീട് പാപ്പച്ചന്റെ പല അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിപ്പിച്ച തുക 70 ലക്ഷത്തോളം വരുമെന്നാണ് പോലീസിന്റെ കണക്ക്. പണം നഷ്ടപ്പെട്ടതായുള്ള പാപ്പച്ചന്റെ പരാതിയെ തുടർന്ന് സരിത ജോലി ചെയ്തിരുന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ അധികൃതർ കണക്കുകൾ പരിശോധിച്ചു. മറ്റ് 7 പേരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി ബോധ്യപ്പെട്ടു. വയോധികരുടെ പണമാണ് കൂടുതലും പിൻവലിക്കപ്പെട്ടത്. ഈ വിവരം സ്ഥാപന അധികൃതർ പുറത്തുവിട്ടിരുന്നില്ല. ചെറിയ തുകകളായിരുന്നതിനാൽ നിക്ഷേപകർക്കെല്ലാം ധനകാര്യ സ്ഥാപനം പണം മടക്കി നൽകി. ഈ തുകകളെല്ലാം തിരിച്ചടയ്ക്കണമെന്നും അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സരിതയെ അറിയിക്കുകയും ചെയ്തു. പാപ്പച്ചന്റേത് അടക്കമുള്ള പണം തിരികെ നൽകാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെയാണ് സരിത കൊലപാതകം ആസൂത്രണം ചെയ്തത്. പാപ്പച്ചന്റെ ഭാര്യ വർഷങ്ങളായി ജോലി ചെയ്തിരുന്നത് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു. ഇതിനടുത്തുള്ള ധനകാര്യ സ്ഥാപനം എന്ന നിലയിലാണ് അഞ്ചാലുമൂട് റോഡിലുള്ള സ്ഥാപനത്തിൽ നിക്ഷേപത്തിന് തയ്യാറായത്. മാനേജർ സരിതയും അനൂപും ഉൾപ്പെടെ 3 പേർ മാത്രമേ ഇവിടെ ജീവനക്കാരായുള്ളൂ. ഇവരോടൊക്കെ പാപ്പച്ചന് നല്ല അടുപ്പമായിരുന്നു. മക്കൾ വിദേശത്താണെന്നും ഭാര്യ ഒപ്പമില്ലെന്നും ജീവനക്കാരോട് പറയുകയും വിഷമങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. മറ്റു ബാങ്കുകളിലെ നിക്ഷേപം കഴിയുന്നത്ര തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ പ്രതികൾ നിർബന്ധിച്ചിരുന്നു. നിക്ഷേപത്തിനു മേൽ പല വായ്പകൾ എടുക്കാനും പ്രതികൾ ശ്രമിച്ചു. പണം വിട്ടുകളിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല പാപ്പച്ചൻ. മറ്റു നിക്ഷേപങ്ങൾ കൊണ്ടുവന്നാൽ തങ്ങൾക്ക് ലഭിക്കുന്ന ഇൻസെന്റീവ് നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് കെണിയിൽ വീഴ്ത്തിയത്. BSNL നിന്ന് അസിസ്റ്റന്റ് ജനറൽ മാനേജരായി വിരമിച്ച പാപ്പച്ചന്റെ അപകട മരണത്തിൽ ബന്ധുമൊഴി നൽകിയതിന് പിന്നാലെ മകൾ റേച്ചൽ പാപ്പച്ചനും കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അപ്പച്ചന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ധനകാര്യ സ്ഥാപനത്തിലെ അക്കൗണ്ട് വിവരങ്ങളും സ്റ്റേഷൻ ഇൻസ്പെക്ടർക്ക് നൽകിയിരുന്നു. ഇതും അന്വേഷണത്തിൽ പോലീസിന് ഏറെ നിർണായകമായി. കൊലപാതകത്തിനും ഗൂഢാലോചന നടത്തിയെങ്കിലും CCTV ദൃശ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതികൾക്കായില്ല. കൊലപാതകം നടന്ന ആശ്രാമം ഗസ്റ്റ് ഹൌസിന് സമീപം വിജനമായ ഇടവഴികളുണ്ട്. സൈക്കിളിൽ പതിവായി വരുന്ന പാപ്പച്ചനെ ഓട്ടോ ഇടിച്ച് കൊലപ്പെടുത്താനായിരുന്നു ആദ്യ ശ്രമം. തന്റെ പണം തിരിമറിച്ചതെന്ന് പാപ്പച്ചൻ സംശയം ഉന്നയിച്ചതിനെ തുടർന്നാണ് സരിതയും അനൂപും ചേർന്ന് കൊലപാതക ശ്രമം തുടങ്ങിയത്. ഇതിനായി സരിത മുമ്പ് ജോലി ചെയ്തിരുന്ന ധനകാര്യ സ്ഥാപനത്തിലെ കിട്ടാക്കടങ്ങൾ തിരിച്ചു പിടിച്ചു നൽകുന്ന സംഘത്തിലെ അംഗമായ അനിമോനെ ഒപ്പം കൂട്ടി. മെയ് 20, 21, 22 തീയതികളിൽ ഓട്ടോ ഇടിച്ച് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു. എന്നാൽ 3 ശ്രമങ്ങളും വിജയിച്ചില്ല. തുടർന്നാണ് വാടകയ്ക്ക് കാറെടുത്ത് കൃത്യം നടപ്പാക്കിയത്. പിടിക്കപ്പെടില്ലെന്നും അഥവാ പിടികൂടിയാൽ അത് കാറിന്റെ ഉടമയാകുമെന്നും പ്രതികൾ കരുതി. സരിതയും അനൂപും അനിമോനും സരിതയും തമ്മിൽ നടന്ന ഫോൺ വിളികൾ സൈബർ പോലീസ് പരിശോധിച്ചപ്പോൾ കൂടുതൽ തെളിവ് ലഭിച്ചതും അറസ്റ്റിലേക്ക് വഴിതെളിച്ചു. ഗസ്റ്റ് ഹൌസിന് സമീപം അഡ്വഞ്ചർ പാർക്കിന് ചുറ്റി റോഡുണ്ട്. വിശാലമായ ഈ റോഡിന്റെ ഒരു ഭാഗത്തെ സംഭവം മറുഭാഗത്ത് അത്ര വ്യക്തമായി കാണാനാകില്ല. ശ്രീനാരായണ കൺവെൻഷൻ സെന്ററിന് പിന്നിലാണ് സംഭവം നടന്നത്. ആസൂത്രണം ചെയ്ത പ്രകാരം അനിമോന് അടയാളം നൽകാനും ആളെ തെറ്റിദ്ധരിപ്പിക്കാനും സരിത നിയോഗിച്ചത് അനൂപിനെയായിരുന്നു. സൈക്കിളിൽ വരുന്ന പാപ്പച്ചന് മുമ്പേ പോയി അനൂപ് അടയാളം നൽകി. ഇതനുസരിച്ചാണ് അനിമോൻ കാർ വേഗത്തിൽ ഓടിച്ചു എന്ന് പാപ്പച്ചനെ ഇടിച്ചിട്ടത്. ഇടയിൽ കാറിന്റെ ചില്ല് പൊട്ടിയെങ്കിലും പാപ്പച്ചനെ ഉപേക്ഷിച്ച് നിർത്താതെ ഓടിച്ചുപോയി. ഓട്ടോ ഡ്രൈവറും മറ്റൊരു പ്രതിയുമായ മാഹിനും ഈ സമയം അവിടെ എത്തി. ഓടിയെത്തിയ ആളുകളെ ആംബുലൻസ് വരട്ടെ എന്ന് മാഹിൻ വിലക്കി. കുറേയധികം സമയം കഴിഞ്ഞാണ് ആംബുലൻസ് എത്തിയത്. ഇതിനിടെ പാപ്പച്ചന്റെ നില വഷളായി. ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് മരിച്ചു. പണത്തിനോടുള്ള ആർത്തിയാണ് പ്രതികളെ ഈ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. സത്യം എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും കണ്ടുപിടിക്കാൻ ഒരു പഴുത് ദൈവം ബാക്കി വെച്ചിരിക്കും.